ഇനി ഈ ആടെ ആഭരണങ്ങളും കവചകുണ്ടലവും എടുത്ത് മാറ്റിയാൽ മതി. കവചകുണ്ടലങ്ങളെല്ലാം ഒന്നാം പാണ്ഡവൻ കർണനുള്ളതാ. അത് അറുത്ത് മാറ്റാനേ പറ്റൂ. ഈ ആടെ ആഭരണങ്ങളൊക്കെ ഞാൻ മാറ്റിത്തരാം. മന്ത്രിയായിരുന്ന അംബികവർമ്മ ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിലാണ്. പോലീസ് ചോദ്യം ചെയ്യൽ ഇപ്പോഴും പൂർത്തിയാക്കിയിട്ടില്ല. പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരാണ് അംബികവർമ്മയെ ചോദ്യം ചെയ്യാൻ എത്തുന്നത്. മുൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പ്രതാപവർമ്മയുടെ സഹോദരിയാണ് അംബികവർമ്മ. പ്രതാപവർമ്മയ്ക്കുണ്ടായിരുന്ന പ്രതിച്ഛായ ഇതോടുകൂടി തകിടം മറിയുമെന്നാണ്. എന്താ കുടിക്കാൻ വല്ലതും വേണോ? എനിക്കൊന്നും വേണ്ട. പിന്നെന്താ ഏട്ടനെത്ര ദേഷ്യത്തിരിക്കുന്നേ? എന്തിനാ ടെൻഷൻ? ടെൻഷൻ ഇല്ലാതിരിക്കാൻ പറ്റുമോ? ഒരു കൂടപ്പുറപ്പ് ലോക്കപ്പിൽ കിടക്കുക. അവര് ലോക്കപ്പിൽ കിടക്കുന്നത് അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാ. അതിന് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? വരുമ്പോ എല്ലാം കൂടി ഒരുമിച്ച് ഏതാണ്ട് മലവെള്ളപ്പാച്ചിൽ പോലെ. ചേച്ചി പോലീസ് സ്റ്റേഷനില്, വീട് നഷ്ടപ്പെട്ട് രാജുവും കുടുംബവും ഏതോ ലോഡ്ജില്. ഞാനാണെങ്കിൽ ഇതാ ഇങ്ങനെ. എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ. അല്ല, രാജു മോളിത് എവിടെ പോയി? ഞാൻ വിളിച്ചിട്ട് അവരെന്താ വരാത്തെ? അവര് വരൂ കേട്ടാ. എനിക്കവരെ കാണണം. അതിനുമുമ്പ് കാണേണ്ടത് ചേച്ചി തന്നെയാ. ഏട്ടന്റെ ഈ അവസ്ഥയിൽ എങ്ങനെ സ്റ്റേഷനിലേക്ക് പോകാൻ പറ്റും? എന്തവസ്ഥ? എന്റെ അവസ്ഥയൊക്കെ മാറിയില്ലേ? ഒരല്പ ക്ഷീണമുണ്ട്, അല്ലാതെ എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. അതല്ല ഏട്ടാ, ഡോക്ടറോട് ചോദിക്കാതെ. അതാ ഞാൻ പറയാൻ വന്നത്. നീ വേഗം ആ ഡോക്ടർ ജയകുമാറിനൊന്ന് വിളിച്ചിട്ട് വരാൻ പറയും. ഇപ്പൊ തന്നെ വിളിക്ക്. ഒന്ന് പറഞ്ഞത് വേഗം ചെയ്യടാ, സമയം കളയാനില്ല. ഹലോ ഡോക്ടർ, ഞാൻ പ്രതാപവർമ്മയുടെ വീട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. അനിയൻ ശേഖരൻ. മനസ്സിലായി. ഡോക്ടറെ എത്രയും പെട്ടെന്ന് ഏട്ടനൊന്ന് കാണണമെന്ന്. അല്ല, ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു. ഇപ്പൊ എത്തും, ഒരു 5 മിനിറ്റ്. താങ്ക് യു ഡോക്ടർ. ഡോക്ടർ ഇപ്പൊ എത്തും ഏട്ടാ. ഷേരട്ടൻ ആരോ കാത്തു നിൽക്കുന്ന പോലെ. അതെ, കാത്തു നിൽക്കുക. ഡോക്ടർ ഇപ്പൊ വരും. അപ്പോ ഫോളോ അപ്പിന് ഹോസ്പിറ്റലിൽ പോണ്ടേ? വേണ്ടെന്നാ തോന്നുന്നേ. അതായിരിക്കുമല്ലോ ചേട്ടന്റെ ഡോക്ടർ ഇങ്ങോട്ട് വരുന്നേ. ഡോക്ടർ വന്നല്ലോ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. വർമ്മ സാർ ഇവിടെ? റൂമിലുണ്ട്. എന്നാ നമുക്ക് അങ്ങോട്ട് പോവാം. ശരി, വരൂ. വരൂ ഡോക്ടർ. നമസ്കാരം വർമ്മ സാറേ. നമസ്കാരം. എങ്ങനെ, എല്ലാം ഓക്കെ അല്ലേ? ശരീരവേദനയൊക്കെ മാറിയില്ലേ? എല്ലാം മാറി ഡോക്ടർ. ഇനി ഈ ആടെ ആഭരണങ്ങളും കവചകുണ്ടലവും എടുത്ത് മാറ്റിയാൽ മതി. കവചകുണ്ടലങ്ങളെല്ലാം ഒന്നാം പാണ്ഡവൻ കർണനുള്ളതാ. അത് അറുത്ത് മാറ്റാനേ പറ്റൂ. ഈ ആടെ ആഭരണങ്ങളൊക്കെ ഞാൻ മാറ്റിത്തരാം. ശേഖര, ആ ഡോർ നടച്ചേക്ക്. ശരി ഡോക്ടർ. ശരിട്ടാ, ഞാൻ പോവാം.
ഡോക്ടർ ചായ. ആ, ഇനി എനിക്ക് സംസാരിക്കാനുള്ളത് യാമിനിയോടാണ്. അതായത് ആർക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത്. സാറിന്റെ പുനർജന്മമാണിത്. യെസ്, പുനർജന്മം എന്ന് തന്നെ പറയാം. ഒരു വല്ലാത്ത അത്ഭുതമാണ്. മെഡിക്കൽ സയൻസിന് പോലും അപ്രാപ്യമായ കാര്യം. ദൈവം നേരിട്ട് നിയോഗിച്ച ഡോക്ടറാണ് ഡോക്ടർ ദേവദത്തൻ. അതിലുപരിയായി വർമ്മ സാറിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പരിചരിക്കുകയും ജീവൻ പോലും തിരിച്ചു പിടിച്ച ആ സിസ്റ്റർ പവിത്ര. നമ്മൾ ഈ ഫാദർ ഡാമിയലിനെ കുറിച്ചും ഫ്ലോറൻസ് നൈറ്റിംഗലിനെ കുറിച്ചൊക്കെ കേട്ടിട്ടില്ലേ? പക്ഷേ സിസ്റ്റർ പവിത്ര ഒരു ഫ്ലോറൻസ് നൈറ്റിംഗൽ തന്നെയാണ്. ആ സിസ്റ്റർ എൻ്റെ ഒരു താങ്ക്സ് പോലും കേൾക്കാൻ നിൽക്കാതെ യാത്ര പോലും പറയാതെ പോയി. സിസ്റ്റർ പവിത്ര ഒരു പ്രത്യേക സ്വഭാവക്കാരിയാണ്. ഒരു തെറ്റും ചെയ്യാതെ ഒരുപാട് കല്ലേറ് കൊണ്ടവളാ. വർമ്മ സാറ് ഇനി ഒരിടത്തും അടങ്ങിയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇദ്ദേഹത്തിന്റെ ആരോഗ്യ കാര്യങ്ങളിൽ നിങ്ങൾ രണ്ടുപേരും ശ്രദ്ധിക്കണം. ശരി. മരുന്നുകൾ ഒരു കാരണവശാലും മുടക്കരുത്. ഒരു ചെറിയ കാര്യം കൊണ്ടുപോലും ടെൻഷൻ ഉണ്ടാക്കരുത്. ഞങ്ങൾ ശ്രദ്ധിക്കാം ഡോക്ടർ. കാരണം ഞങ്ങൾക്ക് ഈ ഒരു ദൈവമല്ലേ ഉള്ളത്. പിന്നെ മോളോട് എപ്പോഴും അച്ഛനോടൊപ്പം ഇരിക്കാൻ പറയണം. അതായിരിക്കും വർമ്മ സാറിന്റെ ഏറ്റവും വലിയ ആശ്വാസം. അപ്പോ എല്ലാം പറഞ്ഞതുപോലെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും വിളിക്കാൻ മറക്കരുത്. ശരി ഡോക്ടർ, ഞാൻ പോയിട്ട് വരാം. രാജു ഋതുമോൾ ഇതിൽ വന്നില്ലല്ലോ ചേരാ. അവര് വരൂ ഏട്ടാ. എന്തായാലും എനിക്കുടനെ ചേച്ചി ഒന്ന് കാണണം. ഇപ്പൊ പോണോ ഏട്ടാ? പോണം. ചേച്ചിയുടെ കാര്യം പരിഹരിച്ചേ പറ്റൂ. എങ്കിൽ ഞാനും കൂടെ വരാം. വേണ്ട, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ പോയിട്ടരാം. ഏട്ടാ ഞാൻ കൂടെ വരാം ഏട്ടാ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ചേച്ചി അനിയനെ കൊല്ലാൻ നടക്കുന്നു, അനിയൻ ചേച്ചി രക്ഷിക്കാൻ നടക്കുന്നു. ഇതൊക്കെ ആര് പറഞ്ഞ് മനസ്സിലാക്കാനാ?